ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ ഫേക്ക് ന്യൂസ് പുറത്തു വിട്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്സരയും ജാസ്മിനും അടിയായി എന്നുള്ളത് സത്യമാണ്, പക്ഷെ അത് പൂർണ്ണമായിട്ടും വെർബൽ ആയിരുന്നു. ഇനി ഈ ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ട് നമ്മളെ കാണിക്കാത്തതാണോ എന്ന് അറിയത്തില്ല. കാരണം ജാസ്മിൻ ഇവരുടെ സ്വന്തം ആളാണല്ലോ, അതൊന്നും കാണിക്കത്തില്ല, കോംപ്രമൈസ് ആക്കി ഒതുക്കി വിട്ടിട്ടുണ്ടാവും. ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്തായാലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ആ ലെവലിൽ രണ്ടാളും ദേഷ്യപ്പെടുന്ന ഒന്നും കണ്ടില്ല. കൺട്രോൾഡ് ആയിട്ടാണ് സംസാരിച്ചത്. എന്നുവെച്ചാൽ വാദങ്ങളും സംവാദങ്ങളും ഒക്കെ ആയിരുന്നു. ഈ ഒരു വഴക്കിന്റെ ഉത്ഭവം എവിടുന്നാണെന്ന് ചോദിച്ചാൽ അപ്സര പറയുന്നു ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ല എന്നൊരു കാര്യം പറയുന്നു. ആ ഒരു യെല്ലോ കോർണറിന്റെ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാനും ഒറ്റയ്ക്കാണല്ലോ നിൽക്കുന്നത്, എന്നെ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതി പറയുന്നു. ഇവിടുന്ന് തുടങ്ങി ഒന്നും രണ്ടും പറഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു ഇവരുടെ ഈ ഒരു ക്ലാഷ്. റസ്മിൻ രണ്ടുപേരെയും കോംപ്രമൈസ് ആക്കി വിടാൻ നോക്കിയപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നീ എന്നെ തടയാൻ വന്നാൽ നിനക്കും കിട്ടും എന്ന്. അപ്പൊ അപ്സര ട്രിഗർ ആവുന്നുണ്ട്. എനിക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ജാസ്മിൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്സര നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു ഇത്. ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ ഉള്ളത് ഫേക്ക് ന്യൂസ് ആണെന്ന് ഇന്നലെ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും പറഞ്ഞ് വീഡിയോ ഇടായിരുന്നത്. എന്തായാലും അപ്സരയും ജാസ്മിനും തമ്മിൽ അടിയായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഈ വഴക്കിനുള്ള കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അപ്സരയുടെ ഡബിൾ ഗെയിം തന്നെയാണ്. ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിരിക്കാം അപ്സരയുടെ പ്ലാൻ. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞ് അലറിക്കറഞ്ഞ ആളാണ് ജാസ്മിൻ എന്നൊക്കെ പോലത്തെ സ്റ്റേറ്റ്മെന്റ് അപ്സര ജാസ്മിനെതിരെ അടിച്ചു വിട്ടത്. അപ്സര ഈ ഗെയിം 2 ആഴ്ച മുമ്പ് കളിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ പിന്തുണ കിട്ടിയേനെ. ഇവിടെ ഇപ്പൊ ഈ ഒരു പോയിന്റ് ആയപ്പോഴത്തേക്കും അപ്സരയുടെ ഇരട്ടക്കളിയാണ് എക്സ്പോസ് ആയത്. ഫാമിലി വീക്ക് തുടങ്ങിയപ്പോൾ മുതലാണ് അപ്സരയിൽ ഇങ്ങനെ ഒരു മാറ്റം കണ്ട് തുടങ്ങിയത്, ഫ്ലക്ച്വേറ്റിംഗ് ആയി തുടങ്ങിയത്. ജാസ്മിനെ പിന്നെ വിമർശിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോടെ നിർത്തി. എല്ലാവരും പ്രാഗൊക്കെയാണ് നമ്മളെ, നീ മുടിഞ്ഞു പോകൂടാന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഗുമാണ് ആളുകൾ, ജാസ്മിന്റെ അന്തം ഫാൻസ്. അപ്പം മാക്സിമം ഒട്ടിച്ച് വിട്ടിട്ടുണ്ട് ജാസ്മിനെ. ആ വീഡിയോ എടുത്ത് കാണേണ്ടവർക്ക് പോയി കാണാം. തുടക്കം പോലുള്ള ജാസ്മിന്റെ ഗെയിമിനെ ഒട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലൈവിനകത്ത് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.